മുതലാളി അസുഖം മാറി വരട്ടെ, അപ്പൊ കാണാം അമ്മയും മോളും ഭാണ്ഡവും ഒക്കെ എടുത്ത് ഇറങ്ങുന്നത്. മുതലാളി രണ്ടെണ്ണത്തിന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞേ ഗേറ്റും അടയ്ക്കും. താൻ എങ്ങോട്ടായി പോകുന്നത്? മുറ്റത്ത് തന്നെ നിന്നാ മതി. ആഹാ, കൊള്ളാവല്ലോ. തന്നോടല്ലേ പറഞ്ഞത് അവിടെ നിൽക്കാൻ? ആ സ്ത്രീ മുതലാളിയുടെ ആരാ? ആരുമല്ല, ഈ വീട്ടിലെ ജോലിക്കാരിയാ. കൊള്ളാം. ജോലിക്കാരിയുടെ പെരുമാറ്റം ഇങ്ങനാണെങ്കിൽ ബന്ധുക്കളുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. സുഭദ്രമോളെ, അകത്തിരിക്കുന്ന നിങ്ങളുടെ സാധനം എടുത്ത് വേഗം വാ, നമുക്ക് പോവാം. ഇല്ല, ഞങ്ങൾ വരുന്നില്ല. വല്യേട്ടൻ മടങ്ങി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം ഇബ്രാഹിം കുട്ടി. അവിടെ നിൽക്കുന്നവര് മാറി നിൽക്കും. അയ്യോ അമ്മേ, നമുക്ക് കാരുണ്യ ഞാൻ ദമ്പതിമാ പുത്രനല്ല അയോധ്യാധിപതി ഞാൻ ദശരഥനെന്ന പേർ കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാറേ ദാനനെ കണ്ടു നമസ്കരിച്ചു
യാചിച്ചു നമസ്കരിച്ചേ നെയ്തു മൂലമണഞ്ഞു. അയ്യോ എന്റെ വല്യേട്ടാ, മോളെ എന്റെ വല്യേട്ട കിടക്കുന്നു. മാറി നിൽക്കടി അസത്തെ. അനുവാദമില്ലാതെ എൻ്റെ മുറി കയറാൻ ധൈര്യം വന്നോ നിനക്ക്? അത് ഞാൻ എണ്ണ തേക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കഥകിന് മറിഞ്ഞു നിന്ന് സംസാരിക്കണം. ഇന്ന് വല്യേട്ടന്റെ പിറന്നാളാ. ഞാൻ അതിരാവിലെ ബസ് കയറി കൊട്ടാരക്കര പോയി. വല്യേട്ടന്റെ പേരിൽ മഹാഗണപതി ഹോമം നടത്തി ഉണ്ണിയൊപ്പം വാങ്ങിച്ചോണ്ട് വന്നതാ. വല്യേട്ടനും മറ്റുള്ളവരും മറന്നാലും എനിക്ക് മറക്കാനൊക്കോ ഈ ദിവസം. അല്ല, എന്താ നിന്റെ മനസ്സിലെ കണക്ക് പുസ്തകത്തിൽ എഴുതി കൂട്ടുന്നത്? പണത്തിനാണ് വന്നതെങ്കിൽ വന്ന വഴിയെ തിരിച്ചു വയ്ക്കോ. വല്യേട്ടനോടൊരു സ്നേഹം. എടി, ഞാനൊരു കൂലിവേലക്കാരനായിരുന്നെങ്കിൽ നീ ഇങ്ങനെ സ്നേഹം ഒലിപ്പിക്കുമായിരുന്നോ? ലളിതേ, നീ വന്നത് ശരിക്കും എനിക്ക് പ്രസാദം തരാനാണെങ്കിൽ അത് അപ്പുറത്തോട്ട് വയ്ക്കേ. അതല്ല, പണത്തിൻ്റെ കാര്യമോ ഭൂമിയുടെ കാര്യമോ പറയാനാണ് വന്നതെങ്കിൽ കൊട്ടാരക്കര മഹാഗണപതിയുടെ പ്രസാദം കൊണ്ടുവന്നതുപോലെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോ. വല്യമ്മാവൻ ഇങ്ങനെ കണ്ണി ചൂരയില്ലാതെ സംസാരിക്കരുത്. ഞങ്ങൾക്കൊരു സങ്കടം പറയാൻ വല്യമ്മാവ് മാത്രല്ലേ ഉള്ളൂ. സുനിലിന്റെ പുതിയ ജോലിയും പോയി. കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നത് സുനിലെടുത്ത് ഷെയർ വാങ്ങിച്ച കാര്യം വല്യമ്മാവനോട് പറഞ്ഞില്ലേ? മല ഇടിയുന്ന പോലെയല്ലേ ഷെയറിന്റെ വില ഇടിഞ്ഞത്? ഞങ്ങളിപ്പോഴും വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. അച്ഛന് കിട്ടുന്ന ശമ്പളം എത്രയാന്ന് വല്യമ്മാവന് അറിയാലോ. അറിഞ്ഞൂടാ, ഞാൻ ശമ്പള കമ്മീഷനിലും പബ്ലിക് സർവീസ് കമ്മീഷനിലും അംഗമായിട്ടില്ല. ഇറങ്ങി പോകുന്നുണ്ടോ തള്ളേ മോളോ ഇവിടുന്ന്? പെറ്റ തള്ള എന്നെ ആദ്യം ചതിച്ചത്. എന്നിട്ട് ഞാൻ നിന്നെയൊക്കെ വളർത്തി വലുതാക്കി എനിക്ക് പറ്റുന്ന രീതിയിൽ കെട്ടിച്ചു വിടുകയും ചെയ്തു. ആർത്തി പിടിച്ച വർഗം, പെണ്ണെന്ന വർഗത്തെ ഞാൻ വെറുത്തുപോയി. അതുകൊണ്ടായി വയസ്സുകാലത്തും ഞാനിങ്ങനെ ഒറ്റത്തടിയായി കഴിയുന്നത്. പൈസ പൊരേടം കടമെന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും എൻ്റെ കൺവെട്ടത്ത് വന്നു പോരുത്. ആ, മോളെ വല്യേട്ട കിടക്കുന്നു. മോളെ ഹൃദയോടും നേത്രങ്ങളും അയ്യോ പോയല്ലോ, പൈസ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ. നിന്നെ അനിരുദ്ധനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതോടെ എൻ്റെ കടമ തീർന്നു. 2 ലക്ഷം രൂപയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. വല്യേട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ തുകയല്ലേ. പ്രസാദിന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ ഒരു ലോൺ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോൺ കൂടി എടുത്ത 10 സെന്റും ആ പഴയ വീടും വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് മാറാം. നിന്നോടും നിന്റെ ചേച്ചിയോടും ആ പൊട്ടൻ കഴിവേറിയോടും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞത് ഞാൻ ഇനിയും ആവർത്തിക്കണോ? എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ അച്ഛൻ സമ്പാദിച്ചതാ, കുറേയൊക്കെ ഞാൻ സമ്പാദിച്ചതും. എൻ്റെ അമ്മയുടെ 2ാം ഭർത്താവ്, അതായത് നിങ്ങൾ 4 പേരുടെയും തന്ത, നമ്മുടെ അമ്മയെ വശീകരിച്ച് എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് കള്ളു കുടിച്ച് ഉത്സവം നടത്തി നശിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തൊക്കെയായാലും വല്യേട്ടൻ കിടന്ന ഗർഭപാത്രത്തിലല്ലേ ഞങ്ങളും കിടന്നത്. ആ ഗർഭപാത്രം, അതെ അതെ, ആ കടം വീട്ടാനാ നിന്നെ അനിരുദ്ധനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചത്. നിന്റെ മോനെ പഠിപ്പിക്കാനും അപ്പോഴപ്പോഴും ഞാൻ പണം തന്നിട്ടില്ലേ? അവന്റെ കല്യാണത്തിനും തന്നു 10,000 രൂപ. 16-ാം വയസ്സിൽ എന്നെ കെട്ടിച്ചു വിട്ടത് കൊണ്ടല്ലേ എനിക്ക് ഈ ചെറുപ്രായത്തിൽ ഇത്രയും വലിയ മോനുണ്ടായത്. എന്റെ വയസ്സ് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ആ പ്രായത്തിലെ 2നെയും കെട്ടിച്ചയച്ചില്ലായിരുന്നെങ്കിൽ മൂത്തവളെ പോലെ നിങ്ങളും വല്ല ഡ്രൈവറുടെയോ ആശാരുടെയോ കൂടെ ഇറങ്ങിപ്പോയനെ.
സുകുമാരൻ പുത്രനല്ല പുത്രനല്ല അയോധ്യാധിപതിയും അയോധ്യാപതിനായ ഇയാൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതിയോ? ഈവരൻ ഞാൻ വേഗം പോയി കുളിച്ചിട്ടു. ചേട്ടന് കർമ്മം ചെയ്യണ്ടേ? എഴുന്നേൽക്ക്. മുതലാളിയുടെ അനിയനാ സുകുമാരൻ. പാവം മിണ്ടാമയ്യെന്നേ ഉള്ളൂ, ചെവി കേൾക്കും, അതൊരു ഭാഗ്യം. ഇങ്ങേര് കരുണാകരൻ മുതലാളിയുടെ അമ്മയുടെ രണ്ടാം കെട്ടിലുള്ളതാണോ? ഹ, ആനന്ദവല്യമ്മയ്ക്ക് ആദ്യ ഭർത്താവിൽ കരുണാകരൻ മുതലാളി മാത്രമേ ഉള്ളൂ. താഴെയുള്ള 4 പേരും രമ്യനാരായണന്റെ മക്കളാ. അല്ല, അങ്ങേര് ചത്തുപോയോ? ഇല്ല, നാട് വിട്ടുപോയി. ഇപ്പോഴെവിടെയാണെന്ന് ഒരു പിടിയുമില്ല. വയസ്സ് 19 കാണത്തില്ലേ, മിക്കവാറും ചത്ത് കാണും. ആനന്ദവല്യമ്മയേക്കാൾ ചെറുപ്പമായിരുന്നു അങ്ങേര്. പ്രളയത്തിന് കണ്ണും കാതും വയസ്സൊന്നും ഇല്ലല്ലോ. ആ ഇതൊരു മരണ വീടല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റും കരയോഗം പ്രസിഡന്റും ഇങ്ങനെ പരദൂഷണം പറയുന്നത് ശരിയാണോ? ഇൻസ്പെക്ടർ എന്താ യൂണിഫോമിൽ വന്നിരിക്കുന്നത്? ആളുകൾ വിചാരിക്കും ഇതൊരു അസ്വാഭാവിക മരണമാണെന്ന്. വിവരം അറിഞ്ഞപ്പോ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, നേരെ ഇങ്ങ് പോന്നു. ആട്ടോ വക്കീൽ സാറേ, കരുണാകരൻ മുതലാളി വല്ല വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഹ, വർഗീസ് തറയാൻ അതെങ്ങനെ അറിയാനാ? ഇങ്ങേര് ഞായറാഴ്ച വക്കില്ലല്ലേ? എടോ കരയോഗം പ്രസിഡന്റേ, തന്നെ പോലെ കുറെ ഏറെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കളി ഈ വർഗീസ് തരനോട് വേണ്ട. കുംഭത്തിൽ നീരകം പൂക്കം ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാ. പ്രസാദേ, നീ ഇങ്ങോട്ട് വന്നേ. എന്റെ മോനെ, നീ ഒന്ന് പോയി കുളിക്ക്. നീ വേണം കർമ്മം ചെയ്യാൻ. അതെ, അടിയന്തരം വരെ ബലിയിടേണ്ടത് നീയാ. എനിക്കോ 10-12 ദിവസം ബലി എന്ന് പറഞ്ഞ് ഇവിടെ അടയിരിക്കാൻ. ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ? ഇന്ന് ദഹനം നടത്തിയ നാളെ തന്നെ സഞ്ചയനം. നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അസ്ഥി കൊണ്ടുപോയി ആറ്റിലോ കടലിലോ ഒഴിക്കാൻ ജോലി തീർന്നു. അയ്യോ, അങ്ങനെ പറയാതെ മോളെ. വല്യേട്ടന് മക്കളില്ലാത്ത സ്ഥിതിക്ക് അനന്തരവൻ കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്താലേ നമ്മുടെ പിടിയൊന്നും മുറുകും. ദേ, മുറ്റത്ത് അസ്ഥിത്തറയുണ്ടാക്കി ദിവസവും വിളക്ക് കൊളുത്തണം. 1 കൊല്ലം കഴിഞ്ഞ് രാമേശ്വരത്തോ തിരുനെല്ലിയിലോ കൊണ്ടുപോയി ഒഴുക്കണം. അതെ, എങ്കിലേ നീ ഈ വീടിന്റെ അവകാശിയാവൂ. ചേച്ചിക്ക് മോള, എനിക്ക് മാത്രമേ ദൈവം മോനെ തന്നുള്ളൂ. വല്യമ്മാവ് ഈ വീട് എന്റെ പേർക്ക് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞാനിതൊക്കെ ചെയ്തേനെ. ഷോ, അങ്ങനെ പറയാതെ മോനെ. വേഗം ചെന്ന് എനിക്ക് കുളിക്ക്. വയ്യ. ചെല്ല്. അമ്മ പറയുന്ന പോലെ ചെയ്യേ. ചെല്ല് പ്രസാദ്, ചെല്ല്, പോയി കുളിക്കോ. വിൽപ്പത്രം എഴുതി വെച്ചില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. കരുണാകരൻ മുതലാളിക്ക് നല്ല സ്വത്തില്ലേ? ഹ, സംശയം എന്താ? പെങ്ങന്മാര് തമ്മിൽ ഇനി കൂട്ടത്തല്ലായിരിക്കും. സുകുമാരൻ പിന്നെ ഊമയായതുകൊണ്ട് കണക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റൂ? ഊമയ്ക്കും ജീവിക്കണ്ടേ? പിന്നെ ഒരു വിഹിതം അയാൾക്കും കൊടുക്കാന്നേ. കൊടുക്കണമല്ലോ. സ്വത്തുണ്ടോ? പൊട്ടനാണെങ്കിലും നല്ല 1-ാം തരം പെണ്ണിനെ കിട്ടും. സംശയം വല്ലതുണ്ടോ? പ്രായം ഒന്നും ഒരു തടസ്സമല്ല. എന്തൊക്കെ ആയാലും കരുണാകരൻ മുതലാളി 10-65 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ പിടിച്ചിരുന്നല്ല. സമ്മതിക്കണം. എന്റെ അമ്മോ, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. മുതലാളിയുടെ പെങ്ങന്മാരിൽ മൂത്തത് സുശീലയാ. അവളല്ലേ ആ ഡ്രൈവറോട് ഒളിച്ചോടി പോയത്? അത് 10-25 കൊല്ലം മുമ്പ് നടന്ന കഥയല്ലേ. ആരെ കഞ്ഞി പഴങ്കഞ്ഞി. ഇപ്പോഴവളും മോളും വന്നിട്ടുണ്ട്. ദേ, സുകുമാരന്റെ അപ്പുറത്തിന് കരയുന്നു. അപ്പൊ അവക്കും കൊടുക്കണമല്ലോ. അയ്യോ, അവരും വന്നോ? അത് ഞാൻ അറിഞ്ഞില്ല. സ്ത്രീകൾ ഓരോരുത്തരായി വരൂ. പൂവിട്ട് തൊഴാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം മുമ്പോട്ട് വരാം. ആദ്യം നിങ്ങളുടെ ചേച്ചി. സുശീല വരൂ. ഞങ്ങളുടെ വല്യേട്ടനെ പ്രത്യേകം പറഞ്ഞിരുന്നതാ ഇവളെ കൊണ്ട് വല്യേട്ടന്റെ ശവത്തിൽ തൊടിയിക്കരുതെന്ന്. അങ്ങനെ പ്രമാണം എഴുതി രജിസ്റ്റർ ചെയ്ത് വെക്കൂന്ന് പറഞ്ഞതാ. പക്ഷെ അതിന് സമയം കിട്ടിയില്ല.
അടുത്ത് നീ പോ. ചെല്ലടി എടി പോവാൻ. ആ പോണ്ട, അവിടെ തന്നെ നിന്നോ. ഇനി ചെല്ല്. വരൂ. എടുക്കാം. ഞങ്ങളുടെ വല്യമ്മാവനെ കൊണ്ടുപോവല്ലേ. മകനില്ലാത്ത സ്ഥിതിക്ക് അനുജനല്ലേ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത്. അപ്പോൾ 12 ദിവസം ബലിയിടുന്നതും അയാൾ തന്നെ ആയിരിക്കണം. ആര് ചിതയ്ക്ക് തീ കൊളുത്തുന്നോ അയാൾ വേണം ബലിയിടാൻ. ആ പൊട്ടനെ കൊണ്ടാണോ കർമ്മം ചെയ്യിക്കുന്നത്? അതിനിവിടെ ആളുണ്ട്. നമ്മുടെ ജാതിയിൽ മകന്റെ സ്ഥാനം അനന്തരവനും ഉണ്ട്. ചിതയ്ക്ക് ഞാൻ തീ കൊളുത്തും. വാടാ. அந்த கலம் கீழே வை.